നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രീത പ്രസാദ്, എറണാകുളം കാക്കനാട് കെയർഡെർമ സ്കിൻ ക്ലിനിക്കിൽ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എക്സിമ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എക്സിമയും അതിനെന്താണ് കാരണങ്ങളും അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. എക്സിമ പലരും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും എക്സിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന പലർക്കും ഈ അസുഖം ഉള്ളതുമായിരിക്കും. എക്സിമ എന്ന വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് ടു ബോയിൽ ഔട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ചുവന്ന് പൊട്ടി ഒലിക്കുക എന്നുള്ളതാണ് എക്സിമ എന്ന പദത്തിന്റെ അർത്ഥം. എക്സിമ എല്ലാ പ്രായത്തിലുള്ളവർക്കും കാണുന്ന ഒരു അസുഖമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ, പ്രായമുള്ളവർക്ക് വരെ കാണുന്ന ഒരു അസുഖമാണ് എക്സിമ എന്ന് പറയുന്നത്. കുട്ടികളിൽ ഒരു 6.5% കുട്ടികളിൽ എക്സിമ കാണാറുണ്ട്. മുതിർന്നവരിൽ ഒരു 10% പേരിലും എക്സിമ കാണാറുണ്ട്. എക്സിമ എന്ന് പറയുന്ന അസുഖത്തിനെ കോമൺ ആയിട്ട് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അലർജി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ എല്ലാ ഡെർമറ്റൈറ്റിസും എക്സിമയല്ല, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു വരാറുണ്ട്. എക്സിമ പലരിലും പല രീതിയിലാണ് കാണുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എക്സിമ സ്കിന്നിൽ വരുന്ന, തൊലിയുടെ പുറത്ത് വരുന്ന ഒരു വീക്കമാണ്. അതെല്ലാവർക്കും ഒരേപോലെയല്ല വരുന്നത്. അത് ഏത് സ്റ്റേജിലാണ് നമുക്ക് ഉള്ളതെന്നനുസരിച്ചാണ് അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അക്യൂട്ട് സ്റ്റേജ് ആണ് എക്സിമയുടെ ആദ്യത്തെ സ്റ്റേജ്. അക്യൂട്ട് സ്റ്റേജിൽ നമ്മുടെ തൊലി പൊട്ടി ചുമന്ന് ചൊറിച്ചിലോടുകൂടി ചുമപ്പുണ്ടാകും. അത് പൊട്ടി ഒലിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം പോലത്തെ ഫ്ലൂയിഡോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞ നിറമുള്ള ലിക്വിഡായിട്ടോ അത് പൊട്ടി ഒലിക്കാറുണ്ട്. ഇതാണ് അക്യൂട്ട് സ്റ്റേജ്. സബ് അക്യൂട്ട് സ്റ്റേജ് ആണ് രണ്ടാമതുള്ള എക്സിമയുടെ സ്റ്റേജ്. ഈ സ്റ്റേജിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു മൊരിച്ചിലാണ്. തൊലി ഡ്രൈ ആയി, അതേപോലെ തന്നെ തൊലി ചിലപ്പോൾ പാളിയായിട്ട് കുറച്ച് പോവുകയോ മൊരിച്ചിൽ പോലെയോ ഒക്കെ കാണാറുണ്ട്. മൂന്നാമതായിട്ട് കാണുന്നത് ക്രോണിക് സ്റ്റേജ് ആണ്. ക്രോണിക് സ്റ്റേജിൽ ഈ കാലപ്പഴക്കം വന്ന എക്സിമ ചൊറിച്ചിൽ കൊണ്ടും അതേപോലെ തന്നെ അത് കാലപ്പഴക്കം വന്നതുകൊണ്ടും അതിൽ ചുമപ്പ് നിറം മാറി അതിനകത്ത് ഒരു കറുപ്പ് നിറമാവുകയും തൊലിയുടെ കട്ടി കൂടുകയും സാധാരണയായിട്ട് നമുക്ക് നോക്കിയാൽ തൊലിയിൽ കാണാൻ പറ്റാത്തതായ ചില മാർക്കിങ്സ് ഉണ്ട്, സ്കിൻ മാർക്കിങ്സ്. അത് കൂടുതലായിട്ട് കാണാറുണ്ട്. എക്സിമ എല്ലാവർക്കും വരാറില്ല, ചിലർക്ക് മാത്രമാണ് എക്സിമ വരാറുള്ളത്. അതിനെന്താണ് കാരണം? അതിന് കുറച്ച് 3-4 കാരണങ്ങളുണ്ട്. നമ്മുടെ ശരീരപ്രകൃതം, അതേപോലെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എക്സിമ ചിലർക്ക് മാത്രമായിട്ട് കാണുന്നത്. അതിൽ ആദ്യത്തേത് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ്. എല്ലാവരുടെയും ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി എന്നുള്ളതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. എല്ലാവർക്കും അത് നോർമലി നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ റിയാക്ട് ചെയ്യും. പക്ഷെ എക്സിമ വരുന്നവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചും കൂടെ ഓവർ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ ശരീരത്തിലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ അവർ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി അത് വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയും തൊലി പൊട്ടുകയും വെള്ളം ഒലിക്കുകയോ അങ്ങനത്തെ ഊസിങ് വരാനും സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്, പാരമ്പര്യം. എക്സിമ ഉള്ള ഭൂരിഭാഗം പേരിലും അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും സിമിലർ ആയിട്ടുള്ള എക്സിമ പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ആസ്തുമ പോലത്തെ അസുഖങ്ങളോ കാണാറുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് ആണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റിനുമുള്ള കുറച്ച് കാര്യങ്ങൾ എക്സിമ നമ്മളെ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ്. അതിൽ കോമൺ ആയിട്ട് വരുന്നത് പുക, പൊടി, ചില സോപ്പുകള്, നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്ത്രങ്ങള്, നമ്മളുടെ ക്ലൈമറ്റ്, നമ്മൾ ജീവിക്കുന്ന ക്ലൈമറ്റ് കൂടുതൽ ഒരു ലോ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്കിൻ ഡ്രൈ ആകുകയും എക്സിമ കൂടുതൽ വരാനും സാധ്യതയുണ്ട്. നാലാമതായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ അധികം ആരും അതിനെ ഗവനിക്കാത്തതുമായ ഒരു കാരണമാണ് ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനസിക ആരോഗ്യത്തിന്റെ വ്യതിയാനങ്ങൾ. അതില് ഡിപ്രഷൻ, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലുള്ള വിഷാദ രോഗം വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സിമ കൂടുതൽ കാണാറുണ്ട്. അതേപോലെ തന്നെ ഉത്കണ്ഠ കൂടുതലുള്ളവർക്ക് എക്സിമ കൂടുതൽ കാണാറുണ്ട്. അതേസമയം ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കും. അത് ചില സമയം കൂടിയും കുറഞ്ഞിരിക്കും. ഈ മാനസിക ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ എക്സിമയും ഫ്ലെയറപ്പ് കാണാറുണ്ട്. എന്താണ് നമുക്ക് എക്സിമയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. എക്സിമയുടെ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അല്ല.
അത് ഏത് സ്റ്റേജിൽ വരുന്നു എന്നനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് എക്സിമയുടെ കാരണങ്ങളാണ്. എക്സിമ കാരണങ്ങൾ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: എക്സോജിനസ് എക്സിമ ആൻഡ് എൻഡോജിനസ് എക്സിമ. ബാഹ്യമായ പ്രേരണകൾ കൊണ്ടുണ്ടാകുന്ന എക്സിമയാണ് എക്സോജിനസ് എക്സിമ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഉള്ളിൽ നിന്ന്, ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാരണം വരുന്നതാണ് എൻഡോജിനസ് എക്സിമ എന്ന് പറയുന്നത്. എക്സോജിനസ് എക്സിമയിൽ സാധാരണയായിട്ട് ഇറിറ്റന്റ് എക്സിമ വരാം, ഇറിറ്റന്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. നമ്മുടെ ശരീരവുമായി കോണ്ടാക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അലർജി ഉണ്ടായിട്ട് വരാം. അതാണ് ഡൈ അലർജി, സോപ്പിന്റെ അലർജി, സിമെന്റിന്റെ അലർജി, അതുപോലെ കമ്മലിന്റെ മെറ്റൽ കൊണ്ടുണ്ടാകുന്ന അലർജി. ഇതൊക്കെ അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഫോട്ടോ ഡെർമറ്റൈറ്റിസ് ആണ്. അത് പേര് തന്നെ പോലെ നമ്മുടെ സൂര്യന്റെ രശ്മികൾ കൊണ്ടാവുന്ന അലർജിയാണ് ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആകുന്ന ഏരിയാസിലാണ് കാണപ്പെടുന്നത്. നാലാമതായിട്ട് വരുന്നത് ഇൻഫെക്റ്റീവ് എക്സിമ എന്ന് പറയും. അതിൽ നമുക്കൊരു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പുണ്ണോ വ്രണമോ എന്തെങ്കിലും വന്നതിന് ശേഷം അതിന്റെ ചുറ്റിനുമായിട്ട് എക്സിമയുടെ ലക്ഷണങ്ങൾ കാണുന്നതാണ് ഇൻഫെക്റ്റീവ് എക്സിമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് എൻഡോജിനസ് എക്സിമയാണ്. എൻഡോജിനസ് എക്സിമ സാധാരണ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് എൻഡോജിനസ് എക്സിമ വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കാണാറുണ്ട്. എന്നാലും ചെറിയ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു 12 വയസ്സ് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് കാണുന്നത്. ചൊറിച്ചിലും ചുമപ്പും അതേപോലെ തന്നെ മുറിയും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡെർമറ്റൈറ്റിസ് ആണ് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ്. അതിന്റെ ചെറിയ രൂപമാണ് നമ്മുടെ തലയിൽ കാണുന്ന ഡാൻഡ്രഫ്. ആ ഡാൻഡ്രഫ് തലയിൽ മാത്രം നിൽക്കാതെ ബാക്കിയുള്ള ഫോൾഡുകളിലേക്കും ചെസ്റ്റ്, ബാക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുമ്പോഴേക്കും അതിനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. മൂന്നാമതായിട്ട് വരുന്നത് സ്റ്റേസിസ് എക്സിമ എന്ന് പറയും. ഒബേസിറ്റി, അതായത് അമിതവണ്ണം ഉള്ളവർക്കും അതേപോലെ കാലിൽ വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്കും ഒക്കെ കാലിന്റെ താഴത്തെ ഭാഗത്ത് ചൊറിഞ്ഞു പൊട്ടുന്നതിനെയാണ് സ്റ്റേസിസ് എക്സിമ എന്ന് പറയുന്നത്. വരണ്ട ക്ലൈമറ്റിൽ ജീവിക്കുന്നവർക്കോ അല്ലെങ്കിൽ വരണ്ട ചർമ്മം കൂടുതലുള്ളവർക്ക് വരുന്നൊരു എക്സിമയാണ് എസ്റ്റിയറ്റോട്ടിക് എക്സിമ എന്ന് പറയുന്നത്. ഇതുപോലെ പല പല കാരണങ്ങൾ കൊണ്ട് എൻഡോജിനസ് എക്സിമ വരാം. എക്സിമ സാധാരണയായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരില്ല. അതേപോലെ തന്നെ എക്സിമ ഒരിക്കലും നമുക്കൊരു ജീവന് ഹാനിയാകുന്ന രീതിയിൽ, ലൈഫ് ത്രെട്ടണിങ് ആവുന്ന രീതിയിലേക്ക് മാറാറില്ല സാധാരണയായിട്ട്. പക്ഷെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. എക്സിമയിൽ സാധാരണയായിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടിയൊലിച്ചു കഴിയുന്ന സ്ഥലങ്ങളിൽ അതിൽ ഇൻഫെക്ഷൻസ് വരാം. ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്കൊരു വിറയലോട് കൂടിയ പനിയോ അല്ലെങ്കിൽ ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ചുമപ്പ്, തടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതാണ് സാധാരണയായിട്ട് എക്സിമയിൽ കാണുന്ന കോംപ്ലിക്കേഷൻസ്. റെയർ ആയിട്ട് എക്സിമ കൂടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് എറിത്രോഡെർമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകാറുണ്ട്. അത് വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇനി നമുക്ക് വേണ്ടത് എന്ത് ചെയ്താലാണ് നമുക്ക് ഈ എക്സിമ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. മാനേജ്മെന്റ് ഓഫ് എക്സിമയാണ് നമുക്കിനി അടുത്തത് നോക്കേണ്ടത്. അതിൽ രോഗിക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ രോഗിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ജനറൽ മെഷേഴ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ജീവിതചര്യകൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിമ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ജനറൽ മെഷേഴ്സിൽ വരുന്നത് അധികം ചൂട് വെള്ളത്തിലോ അധികം തണുത്ത വെള്ളത്തിലോ കുളിക്കാതെ ഒരു നോർമൽ വാട്ടറിൽ അധികം സമയം എടുക്കാതെ കുളിക്കുക. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന സോപ്പുകൾ വളരെ ഹാർഷായിട്ടുള്ള സോപ്പുകൾ അല്ലെങ്കിൽ ഡ്രൈ ആക്കുന്ന സോപ്പുകൾ, അധികം ആന്റിസെപ്റ്റിക് സോപ്പുകളൊന്നും ഉപയോഗിക്കാതെ ഒരു ഗ്ലിസറിൻ സോപ്പോ അല്ലെങ്കിൽ ഒരു ക്ലെൻസറുകളോ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ക്ലെൻസറുകളോ ഒക്കെ ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. അധിക സമയം കുളിക്കാതിരിക്കുക, പെട്ടെന്ന് കുളിച്ചിറങ്ങുക. അതേപോലെ തന്നെ കുളിച്ച ഉടനെ തന്നെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസറുകൾ യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വൂളൻ വസ്ത്രങ്ങൾ ധരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ കോട്ടൺ ഡ്രസ്സ് ഇട്ട് അതിന്റെ മുകളിൽ മാത്രം വൂളൻ ഡ്രസ്സുകൾ, ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്ട് വരാതെ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാവുന്ന ജനറൽ മെഷേഴ്സ്. ഭൂരിഭാഗം പേരിലും എക്സിമ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് അലർജിക്ക് എക്സിമ എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ചില അലർജൻസ് ഉണ്ടാവും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അലർജൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ സിമെന്റ് ആയിരിക്കും, നിക്കൽ ആയിരിക്കും, എന്തെങ്കിലും മെറ്റൽസിൽ വരുന്ന ക്രോമിയം ആയിരിക്കും. അപ്പം ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ്, ഇതാണ് അലർജൻ എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത്
തീരെ അവോയ്ഡ് ചെയ്താൽ എക്സിമ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് പറ്റും. അതിനുള്ള ടെസ്റ്റാണ് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. പാച്ച് ടെസ്റ്റ് എല്ലായിടത്തും അത്ര സുലഭമായിട്ട് അവൈലബിൾ ആവുന്ന ഒരു ടെസ്റ്റ് അല്ല. മെഡിക്കൽ കോളേജുകളിലും ചില സെലക്ടഡ് ക്ലിനിക്കിലും മാത്രം ചെയ്യുന്നതാണ്. അത് നമുക്ക് സംശയം തോന്നുന്ന ഒരു അലർജൻ അലൂമിനിയം ചേമ്പേഴ്സിൽ വെച്ച് നമ്മുടെ സ്കിന്നുമായിട്ട് ഒരു 48 മണിക്കൂർ കോണ്ടാക്ട് വെച്ചതിന് ശേഷം ഏത് റീഡിംഗ് എടുത്ത് ഏത് അലർജനാണ് അലർജി കൂടുതലായിട്ട് ചുമപ്പും തടിപ്പും ഒക്കെ ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നതാണ് പാച്ച് ടെസ്റ്റ്. അത് വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ അത് പ്രാക്ടിക്കലി അത്ര വലിയ ഫീസിബിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല. കൂടുതൽ ഭൂരിഭാഗം പേരിലും നമുക്ക് എക്സിമ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനാണ് പറ്റുന്നത്. ഇതിന് ഡോക്ടർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ എക്സിമ ഏത് സ്റ്റേജിലാണ് ഡോക്ടറെ അടുത്ത് വരുന്നതിനനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനും വരുന്നത്. എല്ലാവർക്കും ഒരുപോലെ അല്ല ട്രീറ്റ്മെന്റ് വരുന്നത്, എല്ലാ എക്സിമയ്ക്കും ഒരുപോലെ അല്ല ട്രീറ്റ്മെന്റ്. അത് ഏത് ടൈപ്പ് എക്സിമയാണ്, എങ്ങനത്തെ സ്റ്റേജിലാണ് ഇരിക്കുന്നതിനനുസരിച്ചാണ് എക്സിമയ്ക്ക് ട്രീറ്റ്മെന്റ് വരുന്നത്. ആദ്യമായിട്ട് അക്യൂട്ട് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ചൊറിച്ചിലും ചുമപ്പും പൊട്ടിയൊലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അതിന്റെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അലർജിയുടെ അത് തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റി അലർജിക് ആയിട്ടുള്ള ടാബ്ലറ്റ്സ്, ആന്റി ഹിസ്റ്റമിൻസ് പോലത്തെ ടാബ്ലറ്റ്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ കുറച്ച് നാളത്തേക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആന്റിബയോട്ടിക്സ് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. കൂടാതെ രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പൊട്ടിയൊലിക്കുന്ന സമയത്ത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വേറൊരു ചികിത്സയാണ് കംപ്രസ്, സലൈൻ കംപ്രസ് അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കംപ്രസ് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അധികം ചെലവില്ലാതെ എക്സിമയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് ആണ്. മൂന്നാമതായിട്ട് വരുന്നത് സ്റ്റിറോയിഡ് ലേപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ആന്റിബയോട്ടിക് ലേപനങ്ങളാണ് മൂന്നാമതായിട്ട് വരുന്നത്. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്നതനുസരിച്ച് കൂട്ടിയും കുറച്ചുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചിലർക്ക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിറോയിഡ് ഫോബിയ ഉണ്ടാവും. എന്നാൽ ചിലർക്ക് ആ സ്റ്റിറോയിഡ്സിന്റെ സൈഡ് എഫക്ട്സുകളെ കുറിച്ച് ധാരണയില്ലാതെ അത് ലോങ് ടേം ആയിട്ടും യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇത് രണ്ടുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇത് രണ്ടിന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾക്ക് വേണ്ട പൊട്ടൻസിയിലുള്ള സ്റ്റിറോയിഡുകൾ ഡോക്ടർ പറയുന്ന തവണകൾ അനുസരിച്ച് അതേ ആ ഒരു ടൈം പീരീഡിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നാലാമതായിട്ടും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതും വളരെ ഫലവത്തായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോയ്സ്ചറൈസറുകൾ. എക്സിമയിൽ മോയ്സ്ചറൈസറുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മോയ്സ്ചറൈസറുകൾ നമ്മൾ എങ്ങനെ ഇടുന്നു, എത്ര തവണ ഇടുന്നു, അതിന്റെ ഏത് മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം, അതൊക്കെ നമുക്ക് ഏത് എക്സിമയാണെന്നനുസരിച്ച് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതായിരിക്കും. പലതരം മോയ്സ്ചറൈസറുകളുണ്ട്. ലിക്വിഡ് പാരഫിൻ, വൈറ്റ്സ് ഓഫ് പാരഫിൻ പോലെ മിനറൽ ഓയിലുകൾ മാത്രമുള്ളത്, അതേപോലെ ചില പ്ലാന്റ് ബട്ടേഴ്സ് മാത്രമുള്ളത്, വളരെ നൂതനമായിട്ടുള്ള മോയ്സ്ചറൈസറുകളിൽ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് കാണുന്ന ചില കൊഴുപ്പുകളുണ്ട്, സെറാമൈഡ്സ് എന്ന് പറയുന്നത്. സെറാമൈഡ്സ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകളുണ്ട്. ഇവയെല്ലാം ഡോക്ടർ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ മോയ്സ്ചറൈസറുകൾ നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഈർപ്പം പോകുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ 2 or 3 തവണ 3 or 4 തവണയായാലും കുഴപ്പമുണ്ടാവില്ല മോയ്സ്ചറൈസറുകൾ അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസറുകളുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു മെയിൻ്റനൻസ് തെറാപ്പി പോലെ, ഇപ്പം നല്ലപോലെ എക്സിമ മാറി അത് കുറച്ച് നാളും കൂടെ നമുക്ക് ഓയിൻമെന്റുകൾ, സ്റ്റിറോയിഡ്സിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മോയ്സ്ചറൈസറുകൾ മെയിൻ്റനൻസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, റിക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മോയ്സ്ചറൈസറുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ എക്സിമ കുറേയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ വരുന്നത് ഈ ചില സമയങ്ങളിൽ നമ്മൾ ഈ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ മതിയാകണമെന്നില്ല, ചില എക്സിമകൾ കൺട്രോൾ ആകില്ല. ആ ഒരു സമയത്ത് നമുക്ക് ലോങ് ടേം ആയിട്ട് ഡോക്ടറുടെ സൂപ്പർവിഷനിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് നാൾ സ്റ്റിറോയിഡ്സ് കഴിക്കേണ്ടി വരാം, ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ്സുകൾ കഴിക്കേണ്ടി വരാം, ചില സമയത്ത് ബയോളജിക്കൽസ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫോട്ടോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റുകളും എക്സിമയ്ക്ക് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ എക്സിമയ്ക്ക് പ്രവണതയുള്ളവരും എക്സിമ ഓൾറെഡി വന്നവരും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. റെഗുലർ വിസിറ്റ്സ്, ഡോക്ടർ പറയുന്നതനുസരിച്ച് ഓയിൻമെന്റുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റ്സുകൾ കഴിക്കുക, മോയ്സ്ചറൈസറുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക, അലർജൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നുള്ളത് ഇമോഷണൽ വെൽബീയിങ് ആണ്. നമ്മുടെ സ്ട്രെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് എക്സിമ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ.